Hi everyone, this is Evin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിന്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെ പറ്റിയാണ്. സോ തുടങ്ങുന്ന നമുക്ക് ഈ പറഞ്ഞ അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 18.6ന്റെ ഒരു ബേറ്റ 1 ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബേറ്റയിൽ ഇനി ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് ബഗ് ഫിക്സും അതേപോലെ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷനുമാണ്. iOS 26ന്റെ ആ ഒരു ഡെവലപ്പർ ബേറ്റ വന്നതുകൂടി തന്നെ ഇനി ആപ്പിൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നതും iOS 26ലായിരിക്കും. iOS 18 ബാക്കി ഉണ്ടാകുന്ന പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്പിൾ മാക്സിമം ഒപ്റ്റിമൈസ്ഡ് ആക്കാനും അതോടൊപ്പം തന്നെ കുറച്ച് നേരം ട്വീക്കിങ്ങും ബഗ് ഫിക്സും സെക്യൂരിറ്റി പാച്ചിനും ആയിരിക്കും ആപ്പിൾ ഇനി മുൻഗണന കൊടുക്കാൻ പോകുന്നത്. സോ iOS 18.6ന്റെ ഡെവലപ്പർ ബീറ്റ യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ആ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അല്ലാത്ത കൂട്ടുകാർക്ക് ആ ഒരു അപ്ഡേഷൻ ഒന്നും വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഈ ഒരു സെക്കൻഡ് തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ എക്സ്ക്ലൂസീവ് ആയിട്ടോ ഐക്കോണിക് ആയിട്ടോ ഏതെങ്കിലും ഒരു പുതിയ പ്രൊഡക്റ്റോ ഐഫോണോ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഒരു പുതിയ റിംഗ് ടോണും അതിൻ്റെ കൂടെ റിലീസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ iPhone 10 എന്ന് പറഞ്ഞ മോഡൽ ഇറങ്ങിയപ്പോഴാണ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ടൂൺ ആപ്പിൾ കൊണ്ടുവന്നത്. ബാക്കി ഉണ്ടായ അത്രയും നാൾ നമുക്ക് ഓപ്പണിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ട്രഡീഷണൽ ഐഫോൺ റിംഗ് ടൂൺ ആണ് വന്നിരുന്നത്. iPhone 10 ശേഷം റിഫ്ലക്ഷൻ വന്നു. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ iPhone 16 എടുത്താലും റിഫ്ലക്ഷൻ തന്നെയാണ് ഒരു ഡിഫോൾട്ട് റിംഗ് ടൂൺ ആയിട്ട് വരുന്നത്. പക്ഷേ iPhone 17ലേക്ക് വരുമ്പോൾ ഒരു റിഫ്ലക്ഷൻ റീമിക്സ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ്റെ ഒരു പുതിയ എഡിഷൻ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് iOS 26 കൊണ്ടുവന്ന പോലെ തന്നെ ആ റീബ്രാൻഡിങ്ങും റീനെയിമും പുതിയ റിംഗ് ടൂണും എല്ലാം ആപ്പിൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പുതിയ റിംഗ് ടൂൺ ഈ ഒരു സൗണ്ട് മോഡുലേഷൻ ഈ കേൾക്കാൻ പോകുന്ന സൗണ്ടിലായിരിക്കും എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. റിംഗ് ടൂണിന്റെ ഈ ഒരു ചേഞ്ച് മാത്രമല്ല തന്നെ iPhone 17ന്റെ ഒരു നോൺ പ്രോ സീരീസില്ല, അതായത് iPhone 17, 17 എയർ, 17 പ്രോ ആൻഡ് 17 പ്രോ മാക്സ്, ഇതിൽ iPhone 17 സീരീസിന് 2 പുതിയ കളർ ചേഞ്ചും വരുന്നുണ്ട്. ഒരു ഗ്രീനും പിന്നെ ഒരു പേർപ്പിളും. ഈ പറഞ്ഞ ഗ്രീനും പേർപ്പിളും ഈ ഒരു വട്ടം വരുമ്പോൾ കുറച്ചും കൂടെ വിവിഡ് ആൻഡ് ഷൈനിയർ ആയിട്ടാണ് വരുന്നത്. ലാസ്റ്റ് ഇയറിൽ വന്ന iPhone 16 എന്താ പറയാ ഒരു മിസ്റ്റി ഗ്രീൻ ആണെങ്കിൽ ഈ വട്ടം വരാൻ പോകുന്നത് സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫ്ലൂറസെന്റ് ഗ്രീൻ കളറിലേക്കാണ് iPhone 17 സീരീസിന്റെ ബേസ് മോഡലും ഈ ഒരു വട്ടം വരാൻ പോകുന്നത്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു വട്ടം റിലീസ് ആവാൻ വന്ന F1 ദ മൂവി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ആപ്പിൾ കുറേയധികം കാര്യങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഹാപ്റ്റിക് ട്രെയിലർ റിലീസ് ചെയ്തു. അതോടൊപ്പം പുതിയ ഇന്നോവേഷൻസ് ആയ കാര്യങ്ങൾ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ആ ഇന്നോവേറ്റീവ് ആയ ഒരു കാര്യത്തിലാണ് iPhone 16 Pro അല്ലെങ്കിൽ ഐഫോണിന്റെ ഏറ്റവും പുതിയ ടെക്നോളജി ക്യാമറയുടെ ഒരു ഓപ്ഷൻ ആപ്പിൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ കുറേയധികം ഷോട്ടിൽ എടുത്തിരിക്കുന്നത് ഐഫോണിന്റെ ക്യാമറ വെച്ചാണ്. അതിന് പ്രത്യേകമായിട്ടൊരു മോഡൽ ഉണ്ടാക്കി ആ ഒരു മോഡലിനുള്ളിൽ ഈ ഒരു ക്യാമറ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് ഈ പറയുന്ന കാർ ഓടിക്കുമ്പോൾ അയാളുള്ള എന്താ പറയുക ഷോട്ട്, അതേപോലെ ബാക്കിലത്തെ ഷോട്ട്, അങ്ങനത്തെ പല കാര്യങ്ങളും ഐഫോണിലാണ് ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാമറ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് പല ഷോട്ടുകളും പല ആംഗിളുകളും ആപ്പിളിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈ പറഞ്ഞ 16 പ്രോ മാക്സോ അല്ലെങ്കിൽ 16 സീരീസോ അല്ലെങ്കിൽ ഐഫോണിൻ്റെ പുതിയ ക്യാമറ സിസ്റ്റോ എന്തോ ആയിക്കോട്ടെ ഈ ഒരു സിനിമയിൽ കുറേയധികം കാര്യങ്ങൾ ആപ്പിൾ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സിനിമ കാണാൻ താല്പര്യമുള്ള എല്ലാ കൂട്ടരും നമ്മുടെ വീഡിയോ എടുത്തോട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാനും ആ ഒരു സിനിമ കാണാനായിട്ട് വെയിറ്റിംഗ് ആണ്. ആപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല അതൊരു F1 മൂവിയും കൂടെ ആയതുകൊണ്ട് എനിക്കും ഒരു താല്പര്യമുണ്ട്. സോ ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ എല്ലാ പുതിയ കാര്യങ്ങളും അറിഞ്ഞു അപ്ഡേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതേപോലെ റെഗുലർ ആപ്പിൾ അപ്ഡേറ്റ്സ് ആണെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ദിസ് ഇസ് Evin Xavier signing from Evika.